ചെടികളുടെ ഇടയിലാണ് ജീവിതം. ദിവസം ഒരു 3/4 ഭാഗം ഹോബിയുടെ പുറത്ത് തുടങ്ങിയതാണ്. ഇത് മങ്കി ടെയിൽ എന്ന് പറഞ്ഞ കാക്ടസ് ആണ്. പൂച്ചയുടെ പോട്ടിൽ വെച്ചപ്പോൾ ശരിക്കും പൂച്ചയുടെ വാല് പോലെ തന്നെ ഉണ്ട്. ഇത് മാഗ്നറ്റിക് പോട്ടാണിത്. ഇത് അതിൻ്റെ കറണ്ടിലാണ് വർക്ക് ചെയ്യണത്. ആ ട്രെയിൽ കറണ്ട് പാസ് ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ ആ ഒരു മാഗ്നറ്റിക് പവർ കൊണ്ട് ആ പോട്ട് എയറിൽ നിൽക്കുകയാണ്, എയറിൽ നിന്ന് കറങ്ങുകയാണ്. ഈ ബർത്ത്ഡേക്ക് എൻ്റെ മോള് തന്ന ഗിഫ്റ്റാട്ടോ. കൊച്ചുമോളാണ് കറ്റാർവാഴയുടെ ആള്. അവൾക്ക് ഭയങ്കര കൃഷിയോട് ഭയങ്കര താല്പര്യമാണ്. അങ്ങനെ അവള് നട്ട് വലുതായ സാധനമാണത്. പക്ഷെ അത് ഞങ്ങൾക്കിപ്പോൾ ഒരു വലിയ വിപണന സാധ്യതയായിട്ട് വന്നിട്ടുണ്ട്. കറ്റാർവാഴ ഞങ്ങളിപ്പോൾ സെയിൽ ചെയ്യുന്നുണ്ട്. വില ഇപ്പോൾ മാർക്കറ്റിൽ ഞങ്ങൾക്ക് കിട്ടുന്നത് കിലോയ്ക്ക് 35 രൂപയാണ്. മെനക്കെടാൻ ഇഷ്ടമില്ലാത്ത ആൾക്കാർക്കൊക്കെ പറ്റിയൊരു കൃഷിയാണ് കറ്റാർവാഴ. ഈ ടെറസിൽ ഞാൻ മത്തങ്ങ വരെ കൃഷി ചെയ്തിട്ടാണ് എനിക്കന്ന് 2018 കർഷകശ്രീ അവാർഡൊക്കെ കിട്ടിയ കാർഷിക ബാങ്കിൻ്റെ. ഇത് ബാറ്റ് ഫ്ലവർ ആണ്. വവ്വാലിൻ്റെ ഷേപ്പ് ഉള്ളതുകൊണ്ടാണ് ഇതിനെ ബാറ്റ് ഫ്ലവർ എന്ന് വിളിക്കണമെന്ന് തോന്നുന്നു. ഇത് ശരിക്കൊരു വിരിഞ്ഞു കഴിഞ്ഞാൽ വവ്വാല് നിൽക്കുന്ന പോലെ തോന്നും. കായത്തിൻ്റെ ചെടിയാണ്, കായച്ചെടിയാണിത്. നമുക്ക് ഇതിൻ്റെ കൂമ്പ് കിള്ളി മണത്ത് നോക്കി അറിയാൻ പറ്റും. ഇതിൻ്റെ മരം ആകുമ്പോൾ ഇതിൻ്റെ കറ എടുത്തിട്ടാണ് നമ്മൾ സാമ്പാറിനൊക്കെ ഉപയോഗിക്കുന്ന കായം. ഇത് ഒരു 2 വർഷമായിട്ടുണ്ടാവും. ഞാൻ ഒരുമാതിരി ഇച്ചിരി വലിയ പ്ലാന്റ് മേടിച്ചതാണ്. 2 വർഷമായ പ്ലാന്റാണിത്. അടീനിയത്തിൻ്റെ ഒരു 10-45ഓളം വെറൈറ്റീസ് ഇപ്പം എൻ്റെ കയ്യിലുണ്ട്. ജിമിക്കി മുളക് എന്ന് പറയും. നല്ല ഭംഗിയാണിത്. ജിമിക്കി പോലെ തൂങ്ങി കിടക്കുന്ന മുളകാണ്, ജിമിക്കി മുളകാണ്. ഗ്രോ ബാഗ് നിറച്ച് തൈകൾ വേണ്ടവർക്ക് തൈകൾ നട്ടു കൊടുക്കും, അല്ലെങ്കിൽ ഗ്രോ ബാഗ് മാത്രമായിട്ട് നിറച്ച്. ഗ്രോ ബാഗിന് 100 രൂപയാണ്. നമ്മളെല്ലാ വളവും അതിൻ്റെ അകത്ത് ചേർത്തതാണ്, പിന്നെ വളമൊന്നും ചേർക്കണ്ട. അങ്ങനെ സെറ്റാക്കി കൊടുക്കുന്നതാണ്. ഇതിൻ്റെ കളക്ഷൻസ് ഉണ്ട്, ഇതിൻ്റെ ആവശ്യക്കാർക്ക് കൊടുക്കുന്നുണ്ട്. ഇതൊരു പോട്ടിന് 100 രൂപ വെച്ചിട്ട് ഞാൻ കൊടുക്കാറ്. ഇതെല്ലാം ഫ്ലവറിങ് കാക്ടസ് ആണ്, എല്ലാം ഫ്ലവറിങ് ആണ്. ഇത് അറബിക്കം എന്ന് പറയുന്ന വെറൈറ്റിയാണ്. ഇത് വളരെ റെയറായിട്ടാണ് ഉള്ളത്. ഇതിൻ്റെ കോഡക്സിൻ്റെ വണ്ണം കൊണ്ടാണ് അതിന് ചെറിയ അതുപോലെ ഒത്തിരി ബ്രാഞ്ചസും ഒക്കെ വന്ന്. നമ്മുടെ സന്തോഷങ്ങൾക്ക് നമ്മൾ സമയം കണ്ടെത്തണം, അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമസ്കാരം, എൻ്റെ പേര് വിമല. ഞാൻ എറണാകുളം ജില്ലയിൽ തൃപ്പൂണിത്തുറയിലാണ് എൻ്റെ വീട്. ഞാൻ അത്യാവശ്യം പൂക്കൃഷിയും പച്ചക്കറി കൃഷിയും എല്ലാം, വീട്ടാവശ്യത്തിനുള്ള പച്ചക്കറിയെല്ലാം ഞാൻ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഇത് മണിമുല്ലയാണ്. ഇതിപ്പോൾ പൂത്ത് നിൽക്കുന്നുണ്ട്. മുകളിലാണ് മൊട്ട് മുഴുവൻ. ഇതിപ്പോൾ ഒരു 2 വർഷമായിട്ടുള്ളൂ ഇത്രയായിട്ട്. ഇപ്പോൾ ശരിക്കും ഒരു വള്ളിക്കുടലിൻ്റെ പ്രതീതിയിൽ നിൽക്കുന്നുണ്ട്. പൂത്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഭംഗിയാണ്. അറിയായിരിക്കും, മണിമുല്ല എല്ലാവർക്കും അറിയായിരിക്കും. വെള്ളപ്പൂവിട്ട് നിറച്ച് പൂത്ത് നിന്ന് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. ഇത് എൻ്റെ താമരയും ആമ്പലും എല്ലാം നട്ടിരിക്കുന്ന ഒരു ആമ്പൽക്കുളം ഞാൻ സെറ്റാക്കിയതാണ് എൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട്. ഇത് ഒരു വർഷമായിട്ടുള്ളൂ ഉണ്ടാക്കിയിട്ട്. ഈ തറവാട് റിനോവേറ്റ് ചെയ്ത സമയത്ത് ഞാൻ ചെയ്തതാണ്. ട്യൂബർ ഓൺലൈൻ വാങ്ങിക്കുകയാണ്. പിന്നെ എനിക്ക് ട്യൂബറിൻ്റെ ഓൺലൈൻ സെയിലുണ്ട്. ഒരു 10-12 വെറൈറ്റി ഇപ്പോൾ ഉണ്ട്. ഇതിലിപ്പോൾ ഇതിൽ പൂവില്ല, കാവേരി എന്ന് പറഞ്ഞ ഇനമാണ് പൂ ഉണ്ടായിരുന്നത്. ഇതിപ്പോൾ ഐശ്വര്യയാണ്. പിന്നെ അവിടെ ഒരു അഖില മുട്ടിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്തുള്ളത് കർണയും ബുച്ചയും എല്ലാമാണ്. അങ്ങനെ ഓരോ വെറൈറ്റീസാണ്. ഇതുപോലെ ചെറിയ ടബിൽ സെറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ വെറൈറ്റി അനുസരിച്ചിട്ട് 200 തൊട്ട് 400 രൂപ വരെയുള്ള വാങ്ങിക്കാറുണ്ട്. ഇത് ജിമിക്കി മുളക് എന്ന് പറയും. ഇത് എൻ്റെ കഴിഞ്ഞ ബർത്ത്ഡേക്ക് എൻ്റെ ഫ്രണ്ട് നാജ ഗിഫ്റ്റായിട്ട് തന്നതാണ്. നല്ല ഭംഗിയാണിത്. ജിമിക്കി പോലെ തൂങ്ങി കിടക്കുന്ന മുളകാണ്, ജിമിക്കി മുളകാണ്. പിന്നെ ഇതെല്ലാം കലാത്തിയുടെ വെറൈറ്റീസാണ്. ഇതൊക്കെ എൻ്റെ കളക്ഷൻസാണ്. ഒരുപാടുണ്ടായിരുന്നു. ഞാനെല്ലാം സെയിലോട്ട് ആക്കി കളഞ്ഞതാണ്, കാരണം നനയ്ക്കേണ്ട ബുദ്ധിമുട്ടുള്ളതുകൊണ്ട്. പിന്നെ ഇത് സക്കുലൻ പ്ലാന്റ്സ് ആണ്. ഇതിൻ്റെ ഓർഡർ വരുന്ന അനുസരിച്ചിട്ട് നമ്മൾ കൊടുക്കും. നട്ടു വെച്ചിട്ട് ഞാൻ ഫുൾ ഉണ്ടായിരുന്നതാണ്. നട്ടു വെച്ചപ്പോൾ അത്രയും ഭാഗത്ത് തീർന്നതാണ്. ഇത് ഒരു 2 വർഷമായിട്ടുണ്ടാവും. ഞാൻ ഒരുമാതിരി ഇച്ചിരി വലിയ പ്ലാന്റ് മേടിച്ചതാണ്. 2 വർഷമായ പ്ലാന്റാണിത്. അതൊരു ലൗഷ് കമ്പിയുണ്ട്, അതിലേക്ക് അങ്ങനെ ആക്കി വെച്ചിരിക്കുന്നതാണ്. നമ്മൾ കെട്ടി വെച്ചിരിക്കുന്നത്. പിന്നെ ഇതൊക്കെ എൻ്റെ അടീനിയം കളക്ഷൻസാണ്. അടീനിയത്തിൻ്റെ ഒരു 10-45ഓളം വെറൈറ്റീസ് ഇപ്പോൾ എൻ്റെ കയ്യിലുണ്ട്. എല്ലാത്തിലും പൂവില്ല, മൊട്ടിട്ട് വരുന്നേ ഉള്ളൂ. ഓരോന്നിലും ഒരു തവണത്തെ പൂവെല്ലാം ഇട്ട് കഴിഞ്ഞതാണ്. ഇനിയിപ്പോൾ രണ്ടാമത് മൊട്ടിട്ട് വരുന്നേ ഉള്ളൂ. ഇത് അറബിക്കം എന്ന് പറയുന്ന വെറൈറ്റിയാണ്. ഇത് വളരെ റെയറായിട്ടാണ് ഉള്ളത്. ഇതിൻ്റെ കോഡക്സിൻ്റെ വണ്ണം കൊണ്ടാണ് അതിന് ചെറിയ അതുപോലെ ഒത്തിരി ബ്രാഞ്ചസും ഒക്കെ വന്ന്. ഇത് രണ്ടും ഇതിന് വില കൂടുതലാണ്. ഇതിനൊരു 700 റുപ്പീസ് വരും. ഞാൻ വാങ്ങിച്ചത് ഇതെൻ്റെ കളക്ഷനാണ്, കൊടുക്കാനുള്ളതല്ല. അടീനിയം ഓൺലൈൻ സെയിൽ ചെയ്യുന്നില്ല. ഞാൻ ഓൺലൈൻ ചെറിയ തൈകൾ വാങ്ങിച്ചിട്ട് ഇതുപോലെ പൂവായി കഴിയുമ്പോൾ പോട്ടോട് കൂടി കൊടുക്കുക ചെയ്യുക. ഇത്രയുള്ളൊരു പോട്ടിന് 400 രൂപ. അടീനിയത്തിന് എനിക്ക് ഓഫ്ലൈനാണ് കസ്റ്റമേഴ്സ്. ഞാൻ സ്റ്റാറ്റസ് ഇട്ട് കഴിയുമ്പോഴത്തേക്കും ചോദിച്ചിട്ട് അങ്ങനെ ഇവിടെ വന്നെടുക്കുന്നവരാണ് കൂടുതൽ. ട്യൂബർ ആണെങ്കിൽ ഓൺലൈനാണ്. ട്യൂബർ ഓൺലൈൻ അത് ചോദിക്കുന്നവർക്ക് കൊടുക്കുന്നത്. ഓൺലൈനും ഉണ്ട്. ഇതുപോലെ വീട്ടിൽ വന്ന് പോട്ടോട് കൂടി സെറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നവരും ഉണ്ട്. ഇൻഡോർ പ്ലാന്റ് എൻ്റെ ഫ്രണ്ട്സൊക്കെ ഒത്തിരി പബ്ലിക്കിനല്ല, എൻ്റെ ഫ്രണ്ട്സ് ഓരോരുത്തരും റിലേറ്റീവ്സും പറഞ്ഞു കഴിയുമ്പോൾ ഫ്ലാറ്റിലേക്കും
ഒക്കെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പോട്ടോട് കൂടി സെറ്റ് ചെയ്ത് അവർ പറയുന്ന പ്ലാന്റ്സ് ഏതാണെന്ന് വെച്ചാൽ അങ്ങനെ കൊടുത്തിട്ടുണ്ട്. പിന്നെ പച്ചക്കറി തൈകൾ ഗ്രോ ബാഗ് നിറച്ച് കൊടുക്കുന്നുണ്ട്. ഗ്രോ ബാഗ് നിറച്ച് തൈകൾ വേണ്ടവർക്ക് തൈകൾ നട്ട് കൊടുക്കും, അല്ലെങ്കിൽ ഗ്രോ ബാഗ് മാത്രമായിട്ട് നിറച്ച്. ഗ്രോ ബാഗിന് 100 രൂപയാണ്. നമ്മളെല്ലാ വളവും അതിൻ്റെ അകത്ത് ചേർത്തതാണ്. മണ്ണും മറ്റേ കമ്പോസ്റ്റും വേപ്പിൻ പിണ്ണാക്കും എല്ലുപൊടിയും എല്ലാം ചേർത്തിട്ട് പിന്നെ വളമൊന്നും ചേർക്കണ്ട, അങ്ങനെ സെറ്റാക്കി കൊടുക്കുന്നതാണ്. ഗ്രോ ബാഗ് ഇതിപ്പോൾ കൊണ്ടുപോകാൻ വേണ്ടി ഓർഡർ ചെയ്തിട്ട് വെച്ചിരിക്കുന്നതാണ്. ഇതിൽ മണ്ണും ചകിരിച്ചോറും പിന്നെ വേപ്പിൻ പിണ്ണാക്ക്, മണ്ണിര കമ്പോസ്റ്റ്, എല്ലുപൊടി എല്ലാം മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ കളക്ഷൻസ് ഉണ്ട്. ഇതിൻ്റെ ആവശ്യക്കാർക്ക് കൊടുക്കുന്നുമുണ്ട്. ഇതൊരു പോട്ടിന് 100 രൂപ വെച്ചിട്ട് ഞാൻ കൊടുക്കാറ്. ഇതെല്ലാം ഓൺലൈൻ ഞാൻ വാങ്ങിക്കുന്നതാണ്. വാങ്ങിച്ചിട്ട് ഹോൾസെയിൽ വാങ്ങിച്ചിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. പ്ലാന്റ് മാത്രം വാങ്ങിച്ചിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഇതെല്ലാം ഫ്ലവറിങ് കാക്ടസ് ആണ്. എല്ലാം ഫ്ലവറിങ് ആണ്. ഇത് മങ്കി ടെയിൽ എന്ന് പറയുന്ന കാക്ടസ് ആണ്. ഫ്ലവറിങ് കാക്ടസ് ആണിത്. ഇത് പക്ഷേ ഞാനൊരു പൂച്ചയുടെ പോട്ടിൽ വെച്ചപ്പോൾ ശരിക്കും പൂച്ചയുടെ വാല് പോലെ തന്നെ ഉണ്ട്. അതിൻ്റെ ഇതാണിത്, തൈകളാണിത്. ഇതിപ്പോൾ ഒരു 8 മാസമായിട്ടുണ്ടാവും. അത്ര കുഞ്ഞ് തൈകൾ വന്നിട്ട് നമ്മളത് സെപ്പറേറ്റ് വെച്ച് ചെയ്യുമ്പോൾ അത് അതേപോലെ തന്നെ നല്ല ഷേപ്പിൽ വരും. ഇതെല്ലാം ഓരോ ഫ്ലവറിങ് കാക്ടസ് ആണ്. ഇത് ഈസ്റ്റർ ലില്ലി കാക്ടസ് എന്ന് പറയുന്ന വെറൈറ്റിയാണ്. ഇതിൻ്റെ ഫ്ലവർ വന്നു കഴിഞ്ഞിട്ട് ശരിക്കും വലിയ ഈ ചട്ടിയേക്കാളും വലിയ ഫ്ലവറാണ്. ഒരു തവണ പൂത്തിട്ടുണ്ടത്. സൈഡിൽ നിന്ന് വർഷത്തിലൊരിക്കലാണ് പൂക്കണത്. കഴിഞ്ഞൊരു ഏപ്രിലൊക്കെ ആയപ്പോഴത്തേക്കും ഒരു ഫ്ലവർ വന്നു. റയറായിട്ടാണ് പൂക്കുക എന്ന് പറയേണ്ടത്. പക്ഷേ എനിക്കൊരു പൂ കിട്ടി. ഇത് മാഗ്നറ്റിക് പോട്ടാണിത്. ഇത് അതിൻ്റെ കറണ്ടിലാണ് വർക്ക് ചെയ്യണത്. ആ ട്രെയിൽ കറണ്ട് പാസ് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ ആ ഒരു മാഗ്നറ്റിക് പവർ കൊണ്ട് ആ പോട്ട് എയറിൽ നിൽക്കുകയാണ്. എയറിൽ നിന്ന് കറങ്ങുകയാണ്. ഈ ബർത്ത്ഡേക്ക് എൻ്റെ മോള് തന്ന ഗിഫ്റ്റാട്ടോ. ഇത് എല്ലാവർക്കും അറിയായിരിക്കും, പിക്ചർ പ്ലാന്റ് എന്ന് പറയും. നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട് എരപിടിയൻ സസ്യം എന്ന്. കൊതുകിനെ ഒരു പരിധി വരെ അത് ഒഴിവാക്കുന്നുണ്ട്, നശിച്ചു പോകുന്നില്ല. ഇത് മറ്റേ മുത്തുചെടി എന്ന് പറയും. ഇതിൻ്റെ ഒറിജിനൽ നെയിം എന്താണെന്ന് എനിക്കറിയില്ല. മുത്ത് തൂങ്ങിക്കിടക്കണ പോലെ. ഹോബിയുടെ പുറത്ത് തുടങ്ങിയതാണ്. വെറൈറ്റി കണ്ടു കഴിയുമ്പോഴത്തേക്കും നമ്മളത് എവിടെ കണ്ടാലും മേടിച്ചുകൊണ്ട് വരും. എന്ത് വില കൊടുത്തും മേടിച്ചുകൊണ്ട് വരാറുണ്ട്. അപ്പോൾ അങ്ങനെ ഓരോന്നും കളക്ഷൻ വെച്ച് ഇനിയിപ്പോൾ സ്ഥലമില്ല. ഇത് ആകെ 5 സെൻറ്റ് സ്ഥലം. പിന്നെ എൻ്റെ കൊച്ചുമോളാണ് കറ്റാർവാഴയുടെ ആൾ. കറ്റാർവാഴ ഞാൻ ചെടി നടുമ്പോൾ പുള്ളിക്കാരിക്ക് ചെടി നടണമെന്ന് പറഞ്ഞ് വരും. അപ്പം ഞാൻ എടുത്തു കൊടുക്കുന്ന സാധനമാണ് കറ്റാർവാഴ. അതാകുമ്പോൾ വലിയ റിസ്ക് ഇല്ലല്ലോ. അങ്ങനെ അവൾ നട്ട് വലുതായ സാധനമാണിത്. മരുന്ന് കടയിൽ നിന്ന് ഓർഡർ അനുസരിച്ചിട്ട് നമ്മളെ വിളിച്ച് പറയും എത്ര വേണമെന്ന്. അപ്പോൾ അങ്ങനെ നമ്മൾ അവിടെ കൊണ്ട് കൊടുക്കും. അതിന് റേറ്റ് അവർ കിലോയ്ക്കാണ് എടുക്കുന്നത്. നമ്മൾ വേരോടുകൂടി കൊടുക്കണം. കിലോ 35 രൂപ വെച്ചിട്ടാണ് ഇപ്പോൾ കിട്ടുന്നത്. ഇത് ഈ കറ്റാർവാഴകൾ ഒക്കെ കുഞ്ഞിതെല്ലാം നട്ടു വെച്ചിരിക്കുന്ന എൻ്റെ കൊച്ചുമോളാണ്. കല്യാണി എന്നാണ് അവളുടെ പേര്. അവൾക്ക് ഭയങ്കര കൃഷിയോട് ഭയങ്കര താല്പര്യമാണ്. അപ്പോൾ പുള്ളിക്കാരി ഇങ്ങനെ ഞാൻ ചെടി നടാൻ എടുക്കുമ്പോഴത്തേക്കൊക്കെ ചെടി നടണം എന്ന് പറയുമ്പോൾ ഞാൻ എടുത്തു കൊടുത്ത് നടുന്നതാണ്. പക്ഷെ അത് ഞങ്ങൾക്കിപ്പോൾ ഒരു വലിയ വിപണന സാധ്യതയായിട്ട് വന്നിട്ടുണ്ട്. കറ്റാർവാഴ ഞങ്ങളിപ്പോൾ സെയിൽ ചെയ്യുന്നുണ്ട്. വെച്ചാൽ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് അധികം കെയറിങ് വേണ്ടാത്തൊരു സംഭവമാണിത്. നമ്മൾ ചെറുതായി നട്ട് വെച്ചാൽ മാത്രം മതി. വെള്ളം ഒഴിക്കേണ്ട. നമ്മൾ വല്ലപ്പോഴും ഒന്ന് മണ്ണ് ഡ്രൈ ആകുമ്പോൾ മാത്രം നനച്ചു കൊടുത്താൽ മതി. അപ്പോൾ അങ്ങനെ വലിയ മെനക്കെടാൻ ഇഷ്ടമില്ലാത്ത ആൾക്കാർക്കൊക്കെ പറ്റിയൊരു കൃഷിയാണ് കറ്റാർവാഴ. നമുക്കിത് അത്യാവശ്യം സെയിൽ ഓർഡർ വരുന്നുണ്ട്. മരുന്ന് കടയിൽ നിന്നൊക്കെ ഓർഡർ വരുന്നുണ്ട്. അപ്പോൾ ഓർഡർ അനുസരിച്ചിട്ട് പറിച്ച് കൊടുക്കുക ചെയ്യാം. മഴവെള്ളം വീഴാൻ പാടില്ല. മഴവെള്ളം വീണ് കഴിഞ്ഞാൽ ഇത് ചീഞ്ഞു പോകും. കാരണം ഓൾറെഡി ഇതിൻ്റെ ലീഫെല്ലാം വെള്ളം സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നതാണല്ലോ. അപ്പോൾ ഇത് ഒരുപാട് നാൾ വെള്ളമില്ലാതെ തന്നെ സർവൈവ് ചെയ്യും. പക്ഷേ ഒരുപാട് വെള്ളം വീണ് കഴിഞ്ഞാൽ ഇത് ചീഞ്ഞു പോകും. ചെടി അങ്ങനെ തന്നെ ഓരോ ലീഫായിട്ട് അളിഞ്ഞ് ചീഞ്ഞു പോകും. തൈകൾ വലുതായി മദർ പ്ലാന്റ് ആവാൻ വേണ്ടിയിട്ട് ഇപ്പോൾ 1 വർഷം ഒക്കെ കഴിഞ്ഞ പ്ലാന്റുകളാണ്. അപ്പോൾ നമ്മൾ കൊടുക്കുമ്പോൾ അത്യാവശ്യം മെച്ചുവേർഡ് ആയിട്ടുള്ള പ്ലാന്റ് കൊടുത്താലേ അവർക്ക് ജെല്ല് കിട്ടുന്ന പ്ലാന്റ് അവർക്ക് കൊടുത്താലേ അവരെടുക്കുകയുള്ളൂ. വില ഇപ്പോൾ മാർക്കറ്റിൽ ഞങ്ങൾക്ക് കിട്ടുന്നത് കിലോയ്ക്ക് 35 രൂപയാണ്. വേരിയേഷനും ഉണ്ടാവും. കഴിഞ്ഞ വർഷമൊക്കെ 20 രൂപ 25 രൂപയ്ക്കായിരുന്നു. അപ്പോൾ ഇത്തവണ 35 രൂപ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ 2 ആഴ്ച മുന്നേ ഞങ്ങൾ 15 കിലോ ആണ് സെയിൽ ചെയ്തത്. ഇനിയിപ്പോൾ വലിയ പ്ലാന്റ്സുകൾ ഉണ്ട്, കൊടുക്കാനുണ്ട്. അപ്പുറത്ത് നട്ടു വെച്ചിട്ടുണ്ട്. കായത്തിൻ്റെ ചെടിയാണ്, കായച്ചെടിയാണിത്. നമുക്ക് ഇതിൻ്റെ കൂമ്പ് കിള്ളി മണത്ത് നോക്കി അറിയാൻ പറ്റും. ഇതിൻ്റെ മരം ആകുമ്പോൾ ഇതിൻ്റെ കറ എടുത്തിട്ടാണ് നമ്മൾ സാമ്പാറിനൊക്കെ ഉപയോഗിക്കുന്ന കായം ഉണ്ടാക്കുന്നതെന്ന് പറയുന്നത്. ഈ ടെറസിലാണ് എൻ്റെ പച്ചക്കറി കൃഷിയെല്ലാം ഉണ്ടായിരുന്നത്. ഇപ്പോൾ എല്ലാം ഒരു വിളവെടുപ്പ് കഴിഞ്ഞിട്ട് രണ്ടാമത് ഞാൻ നട്ട് വരുന്നേ ഉള്ളൂ. എല്ലാം തക്കാളിയെല്ലാം നിറച്ചുണ്ടായിരുന്നതാണ് കേട്ടോ. ഇപ്പോൾ ഞാൻ രണ്ടാമത് നട്ട് വരുന്നേ ഉള്ളൂ. ഇവിടെ ഈ ടെറസിൽ ഞാൻ
മത്തങ്ങ വരെ കൃഷി ചെയ്തിട്ടാണ് എനിക്കന്ന് 2018 കർഷകശ്രീ അവാർഡൊക്കെ കിട്ടിയത് കാർഷിക ബാങ്കിൻ്റെ. ഇപ്പോൾ അച്ചിങ്ങ കുറേശ്ശെ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്, മുളകുണ്ട്, കുക്കുംബർ ഉണ്ടായിരുന്നു, ഇപ്പോൾ എല്ലാം തീർന്നു, പറിച്ച് കളഞ്ഞു. ഇത് 2 ടൈപ്പ് മുളകുണ്ട്. ഇതിൽ ഗുണ്ടുമുളകും ഉണ്ട്, മറ്റേ ഉജ്ജ്വല എന്ന് പറയുന്ന മുളകുണ്ട്. ഇഞ്ചി അത്യാവശ്യം വീട്ടാവശ്യത്തിനുള്ള ഇഞ്ചിയെല്ലാം വീട്ടിൽ തന്നെ കിട്ടുന്നുണ്ട്. നടാൻ സ്ഥലമില്ലാത്തതുകൊണ്ടാണ് വാഴയെല്ലാം ഞങ്ങൾ ഡ്രമ്മിൽ വെച്ചിരിക്കണേ. ഇവിടുന്ന് പൂവായി കഴിയുമ്പോഴാണ് ഞാൻ അടീനിയം താഴത്തേക്ക് ഇറക്കുന്നത്. ഇവിടെ ഫുൾ അടീനിയായിരുന്നു, താഴെ ഇരുന്ന മുഴുവൻ ഈ ടെറസിൽ ഇരുന്നിരുന്നതാണ്. ഇപ്പോൾ മുട്ട ആയി കഴിഞ്ഞപ്പോൾ എല്ലാം ഞാൻ താഴത്തേക്ക് ആക്കിയതാണ്. ഇനി ഇപ്പുറത്ത് പച്ചക്കറിയും വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ബാറ്റ് ഫ്ലവർ ആണ്, വവ്വാലിൻ്റെ ഷേപ്പ് ഉള്ളതുകൊണ്ടാണ് ഇതിനെ ബാറ്റ് ഫ്ലവർ എന്ന് വിളിക്കണമെന്ന് തോന്നുന്നു. ഇത് ശരിക്കൊരു വിരിഞ്ഞ് കഴിഞ്ഞാൽ വവ്വാൽ നിൽക്കുന്ന പോലെ തോന്നും. ഇത് നമ്മുടെ മുറികൂട്ടി എന്ന് പറയും. നമ്മൾ മുറിവൊക്കെ വന്നു കഴിഞ്ഞാൽ പറ്റുന്ന ആ ഒരു ഇതാണ്. ഇത് ചതച്ചതിൻ്റെ നീര് പുരട്ടിയാൽ മതി എന്ന് പറയും. ഇത് മുറികൂട്ടിയുടെ. ഇത് കോക്രോച്ച് മരാന്ത എന്ന് പറഞ്ഞൊരു ചെടിയാണ്. പാറ്റയുടെ ഡിസൈൻ വരുന്നതുകൊണ്ടാണ് കോക്രോച്ച് മരാന്ത എന്നാണ് പറയുന്നത്. ഒരു പീകോക്ക് ഫേൺ എന്ന് പറയും, അതിൻ്റെ ഒരു ഫേൺ ടൈപ്പ് ചെടിയായത്. ഈ മേഖലയിലേക്ക് കടന്നു വരാമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ചെടികളോട് ഗാർഡനിങ് എൻ്റെ ഒരു പാഷനായിരുന്നു. അപ്പോൾ ചെടികളോടൊരു പ്രത്യേക ഇഷ്ടം കൂടുതലുണ്ടായിരുന്നു. പിന്നെ ജോലിയെല്ലാം ഉപേക്ഷിച്ച് വീട്ടിൽ ഇരിക്കാൻ തുടങ്ങിയപ്പോൾ പച്ചക്കറി കൃഷിയിലേക്ക് കുറച്ച് കൂടുതൽ താല്പര്യം തോന്നി. തൃപ്പൂണിത്തുറ കൃഷിഭവനുമായിട്ട് സഹകരിച്ച് ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അവരുടെ ഒരുപാട് സഹായങ്ങളൊക്കെ കിട്ടുന്നതുകൊണ്ട് നമുക്കൊരു പ്രോത്സാഹനമാണ് അവിടുന്ന്. അങ്ങനെയാണ് പച്ചക്കറിയിലേക്കും കൂടി ഇറങ്ങിയത്. പിന്നെ അത് നമുക്കൊരു ചെറിയ വരുമാനം കിട്ടി തുടങ്ങിയപ്പോൾ കുറച്ചും കൂടി ഇൻട്രസ്റ്റ് കൂടുതലായിരുന്നു മാത്രം. കുഞ്ഞുനാളിലെ ചെടി നടാനൊക്കെ ഇഷ്ടമായിരുന്നു. പക്ഷേ നമുക്കൊരു സാഹചര്യം അതിനുള്ള അങ്ങനെ ഇതുപോലെ ഫ്രീ ടൈം കിട്ടി അങ്ങനെ ചെയ്യാനുള്ളത് ഉണ്ടായിരുന്നില്ല. പിന്നെ ജോലി നിർത്തി വീട്ടിലിരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്കാണ് കുറച്ചും കൂടെ കൂടുതൽ സമയം കിട്ടിയപ്പോഴാണ് നമ്മൾ അതിലേക്ക് ഇറങ്ങിയത്. ഞാനൊരു പ്രൈവറ്റ് ഫേമിലാണ് വർക്കിംഗ് ആയിരുന്നു. പിന്നെ ഇപ്പോൾ അച്ഛൻ അമ്മ ഏജറായപ്പോഴത്തേക്ക് അവരെ നോക്കേണ്ട ആവശ്യം, മകളുടെ കുട്ടികളായപ്പോഴത്തേക്ക് അവരെ നോക്കേണ്ട ആവശ്യം, ഉത്തരവാദിത്തത്തിലേക്ക് വന്നപ്പോൾ ഈ ജോലി ഉപേക്ഷിച്ചതാണ്. ഗാർഡൻ സെറ്റ് ചെയ്തിട്ടിപ്പോൾ ഒരു 6-7 വർഷമായിട്ടുണ്ട്. പച്ചക്കറി കൃഷിയൊക്കെ നേരത്തെ ഞാൻ മട്ടുപ്പാവിൽ ചെയ്തിരുന്നു. അപ്പോൾ ഇവിടെ ഒരു അഗ്രികൾച്ചറൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഉണ്ട്. അവരുടെ മട്ടുപ്പാവ് കൃഷിക്ക് 2018 മട്ടുപ്പാവ് കൃഷിയുടെ അവാർഡ്, കർഷകശ്രീ അവാർഡ് കിട്ടിയിട്ടുണ്ട്. പിന്നെ തൃപ്പൂണിത്തുറ കൃഷിഭവൻ കഴിഞ്ഞ 2 വർഷമായിട്ട് അവരുടെ പ്രോത്സാഹന സമ്മാനം പോലെ അങ്ങനെ അവരുടെ ഒരു അംഗീകാരം കിട്ടിയിട്ടുണ്ട്. പൂക്കൃഷിയിലേക്ക് വരാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സമയം നന ഒരു പ്രശ്നമാണ്. അപ്പോൾ അടീനിയത്തിന് വെള്ളം അധികം വേണ്ട, നമുക്ക് 3-4 ദിവസം നനച്ചാൽ മതി. പിന്നെ അതിന് കുറച്ച് കൂടുതൽ ആൾക്കാർക്ക് ഡിമാൻഡുള്ളൊരു ചെടിയായിട്ട് തോന്നി. അപ്പോൾ അതുകൊണ്ടാണ് അതിലേക്ക് ഇറങ്ങിയത്. മറ്റുള്ള ലീഫ് പ്ലാന്റ്സ് ഒത്തിരി ഉണ്ടായിരുന്നു എനിക്ക്, അതെല്ലാം ഞാൻ ഒഴിവാക്കി ഇപ്പോൾ. കാരണം നന ഒരു പ്രശ്നം, നമ്മൾ 2 ദിവസം വീട്ടിലില്ലെങ്കിൽ അതൊരു പ്രശ്നമാവും നനയ്ക്കൽ. ഞാൻ 6 മണിക്ക് എഴുന്നേക്കും. 6 മണിക്ക് എഴുന്നേക്കും. ചായ വെച്ച് കഴിഞ്ഞാൽ ഉടനെ മുറ്റത്തേക്ക് ഇറങ്ങും. ചെടികളെയൊക്കെ ഒന്ന് നോക്കി, പൂ വിരിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കണ്ട് അപ്പോൾ ഒന്ന് ഫ്രഷ് ആവും. അത് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കി പണികളിലേക്ക് വരും. പിന്നെ ഒരു ഫ്രീ ടൈം കിട്ടുമ്പോൾ പിന്നെയും വന്ന് അങ്ങനെയാണ് തുടങ്ങുന്നത്. ചെടികളുടെ ഇടയിലാണ് ജീവിതം. ദിവസം ഒരു 3/4 ഭാഗം. അടീനിയത്തിന് നമുക്കൊരു 3 ദിവസം കൂടുമ്പോഴൊക്കെ വെള്ളം ഒഴിച്ചാൽ മതി. ബാക്കിയുള്ളതിനൊക്കെ രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം ആണ് നനയ്ക്കാറ്. ചെടികൾ വലിയ കുഴപ്പമില്ലാണ്ട് നിന്നോളൂ, ഇൻഡോറായിട്ടൊക്കെ നിന്നോളൂ, അധികം നന വേണ്ടാത്ത ഇതുണ്ട്. ബാക്കിയുള്ള നേരത്തെ ഉണ്ടായിരുന്നു ഒത്തിരി ഫ്ലവറിങ് പ്ലാന്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു നനയ്ക്കേണ്ട, അതെല്ലാം ഞാൻ ഒഴിവാക്കിയതാണ്. അത് സമയപരിധി പരിമിതി കൊണ്ട് ഒഴിവാക്കിയതാണ്. ആസ് യൂഷ്വൽ അടീനിയം തന്നെയാണ് ഏറ്റവും ഇഷ്ടം. അടീനിയത്തിലേക്ക് ഒരു ക്രേസ് വന്നു കഴിഞ്ഞു. അപ്പോൾ പിന്നെ അടീനിയത്തിൻ്റെ വെറൈറ്റികൾ ഇപ്പോൾ ഒത്തിരി ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേക ഇഷ്ടമുണ്ട്. ഞാൻ കീടനാശിനികൾ അങ്ങനെ യൂസ് ചെയ്യാറില്ല, ജൈവമായിട്ട് തന്നെയാണ്. അല്ലാണ്ട് കീടനാശിനികൾ അധികം യൂസ് ചെയ്യാറില്ല. നമ്മൾ പച്ചക്കറിക്കാണെങ്കിലും നമ്മുടെ ജൈവമായിട്ടുള്ള അത് തന്നെ ഓർഗാനിക് സാധനം തന്നെ ചെയ്യാറ്. വളപ്രയോഗം മറ്റേ എല്ലുപൊടി അങ്ങനെയുള്ളതൊക്കെ മാത്രം ചെയ്യും. ജൈവവളങ്ങളാണ് കൂടുതൽ. ചാണകത്തിൻ്റെ സ്ലറി, ബയോഗ്യാസ് ഉണ്ട്, അതിൻ്റെ സ്ലറി. കൃഷി ചെയ്യാനായിട്ട് സ്ഥലം അങ്ങനെ ഒരു പരിധി നമുക്ക് ഉള്ള സ്ഥലത്ത് നമുക്ക് ഒന്നും കൂടി എനിക്ക് തോന്നുന്നു എനിക്ക് ഇതിലും ഒന്നും കൂടി നന്നായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ട്. നല്ലോണം പ്രൊഡക്റ്റീവായിട്ട് നമുക്ക് എല്ലാം ഉണ്ടാക്കിയെടുക്കാം. ഒരു വീട്ടിലേക്കുള്ള എല്ലാ സാധനവും ഉണ്ടാക്കിയെടുക്കാം. അതിന് 5 സെൻറ്റൊന്നും വേണമെന്നില്ല. ഞാൻ കണ്ടിട്ടുണ്ട് ഓരോരുത്തരുടെ വീഡിയോ 2 സെൻറ്റ് സ്ഥലമുള്ളിടത്തൊക്കെ സ്റ്റെപ്പിൽ വരെ ഓരോന്നൊക്കെ വെച്ച് പോകണേക്കാം. അപ്പോൾ ഇതൊക്കെ ഇതിലും കൂടുതൽ നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മുടെ സന്തോഷങ്ങൾക്ക് നമ്മൾ സമയം കണ്ടെത്തണം, അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പോൾ എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവരുടെ അച്ഛൻ്റെ അമ്മയുടെ ഉത്തരവാദിത്വമുണ്ട്, കൊച്ചുമക്കളുടെ ഉത്തരവാദിത്വമുണ്ട്, അതൊക്കെ മതി, ഫ്രീ ആയിട്ടിരിക്കാം എന്ന് വിചാരിച്ച് ഞാൻ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്കിതൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ അതിൻ്റെ എല്ലാം ഗ്യാപ്പിൽ ഞാൻ ഓടി വന്ന് എൻ്റെ ചെടികൾ മക്കളെ നോക്കണ പോലെ തന്നെയാണ് നോക്കുന്നത്. ഇതിപ്പോൾ വലിയ സംഭവമല്ലല്ലോ, ഇതിപ്പോൾ എല്ലാവർക്കും ചെയ്യാവുന്നൊരു കാര്യം തന്നെയാണ് ഞാൻ നോക്കിയിട്ട്.
ഞാൻ ഒരു വലിയ സംഭവമായിട്ടൊന്നുമില്ല. ഇതിപ്പോൾ നമുക്ക് പുതുതായിട്ട് വരണവർക്ക് ഇപ്പം ഞാൻ ഇതിലേക്ക് ഇറങ്ങാൻ കാരണം എൻ്റെ ഒരു ഫ്രണ്ടാണ്. എൻ്റെ ഇൻറ്റിമേറ്റ് ഫ്രണ്ടുണ്ട്, മിനി എന്ന് പറഞ്ഞ്. അവളിങ്ങനെ എൻ്റെ അടുത്ത് പറയും, നീ ഇതിലേക്ക് ഇറങ്ങ്, നിന്നെക്കൊണ്ട് പറ്റും എന്ന് പറഞ്ഞാൽ എനിക്ക് കോൺഫിഡൻസ് ലെവൽ വന്ന് ചെടികൾ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച്, ആവശ്യം ഉണ്ടായിട്ടാണോ എന്നറിയില്ല, എന്നാലും എൻ്റെ കയ്യിൽ നിന്ന് ചെടികൾ വാങ്ങിച്ച് എന്നെ മോട്ടിവേറ്റ് ചെയ്ത് എന്നെ ഈ ഒരു ലെവലിൽ എത്തിച്ചത് എൻ്റെ ആ ഒരു ഫ്രണ്ടാണ് മിനി എന്ന് പറഞ്ഞ്. അപ്പോൾ നമ്മൾ ഒന്ന് തുടങ്ങി കിട്ടിയാൽ മതി. നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്കത് സക്സസ് ആക്കാൻ പറ്റുമെന്ന് ഇപ്പോൾ മനസ്സിലായല്ലോ. ഒന്നാമത്തെ ഒരു ഇൻട്രസ്റ്റ് ആണ്. ഇപ്പോൾ എനിക്കിതിനൊരു ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ടാണല്ലോ, അല്ലെങ്കിൽ ഞാൻ ബേസിക്കലി ഇതിനോടൊരു മടിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യില്ലല്ലോ. അപ്പോൾ എനിക്കിതിനോടൊരു ഇൻട്രസ്റ്റ് ഉണ്ട്. പിന്നെ വരുമാനം കിട്ടി തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് ഒന്നും കൂടി നമ്മൾ അതിനോട് ഇൻട്രസ്റ്റ് കാണിക്കും. സ്ഥലമില്ല എന്നുള്ളത് എനിക്ക് ഭയങ്കര ഒരു സങ്കടമായിരുന്നു. അപ്പോൾ ആദ്യം ടെറസിൻ്റെ മുകളിലാണ് ചെയ്തു തുടങ്ങിയത്, 2ാമത്തെ നിലയിലാണ് ചെയ്തു തുടങ്ങിയത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ സക്സസ് ആയി കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഞാൻ താഴത്തേക്ക് ഇറങ്ങി. അപ്പോൾ പൂച്ചെടി, പച്ചക്കറി ഉണ്ട്. അടീനിയം ഫുൾ മുകളിലായിരുന്നു ഞാൻ സെറ്റ് ചെയ്തിരുന്നത്. ഇപ്പോൾ റീസെൻ്റ്ലി ചെയ്തതാണിത്. താഴത്തേക്ക് എനിക്കൊരു കസ്റ്റമേഴ്സ് വരുമ്പോൾ നമ്മൾ വീടിൻ്റെ മുകളിലേക്ക് കയറ്റാനായിട്ടുള്ള ബുദ്ധിമുട്ടുകൊണ്ട് എല്ലാം താഴേക്ക് ഇറക്കിയതാണ്. പച്ചക്കറി മാത്രമാകുമ്പോൾ പിന്നെ നമുക്ക് കുഴപ്പമില്ലല്ലോ. അപ്പോൾ ടെറസ് ഫുൾ പച്ചക്കറി ആക്കാൻ വേണ്ടിയിട്ടായിരുന്നു.